നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധവൽക്കരണ പരിപാടികൾ, പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ ഇവയെല്ലാം നടത്തപ്പെടാറുണ്ട്, നൽകപ്പെടാറുണ്ട്. അങ്ങനെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിച്ച് വെച്ച് പഠിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം. എന്താണ്? വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ മേദിനി പുരസ്കാരം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ടൈലർ പ്രൈസാണ് കേട്ടോ. ടൈലർ പ്രൈസാണ് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ്. അപ്പം മേദിനി പുരസ്കാരം ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ടൈലർ പ്രൈസാണ്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകുന്ന സംഘടന യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് കേട്ടോ. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകുന്ന സംഘടന. അതുപോലെ തന്നെ എർത്ത് ഷോട്ട് പുരസ്കാരം നൽകുന്നത് റോയൽ ഫൗണ്ടേഷനാണ്. ആരാണ്? റോയൽ ഫൗണ്ടേഷനാണ് എർത്ത് ഷോട്ട് പുരസ്കാരം നൽകുന്നത്. 1992 അസാഹി ഗ്ലാസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പരിസ്ഥിതി പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലൂ പ്ലാനറ്റ് പുരസ്കാരമാണ്. 1992 അസാഹി ഗ്ലാസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പരിസ്ഥിതി പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലൂ പ്ലാനറ്റ് പുരസ്കാരമാണ്. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേറ്റർ പ്രൈസ് നൽകുന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ്? പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേറ്റർ പ്രൈസ് നൽകുന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവാർപ്പണം ചെയ്ത വ്യക്തികളെ ആദരിക്കുന്നതിന് ഫോറസ്റ്റ് ഹീറോ അവാർഡ് നൽകുന്നത് ഐക്യരാഷ്ട്രസഭയാണ്. എന്താണ്? വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവാർപ്പണം ചെയ്ത വ്യക്തികളെ ആദരിക്കുന്നതിനായിട്ട് ഫോറസ്റ്റ് ഹീറോ അവാർഡ് നൽകുന്ന സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. നമുക്കിതെല്ലാം ഒന്നും കൂടി നോക്കാം. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ: വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം. മേദിനി പുരസ്കാരം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ്. അതുപോലെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരമാണ്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ടൈലർ പ്രൈസാണ്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നൽകുന്ന സംഘടന യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ എർത്ത് ഷോട്ട് പുരസ്കാരം നൽകുന്നത് റോയൽ ഫൗണ്ടേഷനാണ്. 1992 അസാഹി ഗ്ലാസ് ഫൗണ്ടേഷൻ ആരംഭിച്ച പരിസ്ഥിതി പുരസ്കാരമാണ് ബ്ലൂ പ്ലാനറ്റ് പുരസ്കാരം. പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേറ്റർ പ്രൈസ് നൽകുന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതുപോലെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവാർപ്പണം ചെയ്ത വ്യക്തികളെ ആദരിക്കുന്നതിനായിട്ട് ഫോറസ്റ്റ് ഹീറോ അവാർഡ് നൽകുന്നത് ഐക്യരാഷ്ട്രസഭയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പുരസ്കാരങ്ങളിൽ എടുത്തു പറയാനുള്ളത്. മറ്റു അനവധി പുരസ്കാരങ്ങളുണ്ട്. പക്ഷേ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ അധികം ഒരുപാടങ്ങ് കേൾക്കുന്നതല്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ കെൽപ്പുള്ള ചോദ്യങ്ങളായിട്ട് നമുക്കിതിനെയൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് നല്ല ശ്രദ്ധ കൊടുത്ത് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.